What can a hashtag do? That's an essay by Elizabeth Loesch, which is prescribed in your syllabus. So, what can a hashtag do? It can tell people what to do. ഇല്ലേ? It can be in the present in the form of an order, request or instruction. നമ്മൾ ഈ പലപ്പോഴും ഹാഷ്ടാഗ് ക്യാമ്പയിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആൻഡ് ട്വിറ്റർ ആൻഡ് ഓൾസോ ഇൻ ഫേസ്ബുക്ക്. ഹാഷ്ടാഗ് ക്യാമ്പയിൻസ്, ഹാഷ്ടാഗ് പ്രേ ഫോർ ഒർലാൻഡോ. പണ്ട് ഒർലാൻഡോയിൽ അവിടെ ഒരു ആക്രമണം ഉണ്ടായപ്പോഴേക്കും സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിനായിരുന്നു. പ്രേ ഫോർ ഹാഷ്ടാഗ് പ്രേ ഫോർ ഒർലാൻഡോ. അതുപോലെ ഹാഷ്ടാഗ് സ്റ്റോപ്പ് സെപ്പറേറ്റിംഗ് ഫാമിലീസ്. ഈ അമേരിക്കയിൽ ഈ അനധികൃതമായി താമസിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ ഇങ്ങനെ കുടുംബത്തിൽ നിന്നൊക്കെ അകറ്റി അവരെ നാട്ടിലേക്ക് അയക്കുമ്പോഴേക്കും തുടങ്ങിയൊരു ഹാഷ്ടാഗ് ക്യാമ്പയിനായിരുന്നു. ഹാഷ്ടാഗ് സ്റ്റോപ്പ് സെപ്പറേറ്റിംഗ് എന്താ ഫാമിലീസ്. അപ്പോൾ ഇതൊക്കെയാണ് ഹാഷ്ടാഗ് ചെയ്യുന്നത്, ഹാഷ്ടാഗ് ക്യാമ്പയിൻ ചെയ്യുന്നത്. സോ ദർ ഇസ് ആബ്സല്യൂട്ട്ലി നോ നീഡ് ടു സ്പെസിഫൈ. ഫോർ എക്സാമ്പിൾ നൈക്കി ആ ഷൂസിൻ്റെ ആ ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ ഹാഷ്ടാഗ് ജസ്റ്റ് ഡു ഇറ്റ്. ഇപ്പോൾ എവിടെ ഹാഷ്ടാഗ് ജസ്റ്റ് ഡു ഇറ്റ് കണ്ടു കഴിഞ്ഞാലും വി നോ ദാറ്റ് ഇറ്റ്സ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ബൈ ദ നൈക്കി കമ്പനി. അതുപോലെ ഹാഷ്ടാഗ് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരുപാട് വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹാഷ്ടാഗ് റെസിസ്റ്റ് അതൊരു ചെറുത്തുനിൽപ്പാണ്. അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലും ഒരു സംബഡി ഹൂസ് ഇൻ പവർ എന്തെങ്കിലും ഒരു അധികാര ഒരു ഉത്തരവിറക്കുകയാണെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഹാഷ്ടാഗ് റെസിസ്റ്റ്. അപ്പോൾ അത് കാണുന്നവർ അവരും ഇങ്ങനെ പകർത്തിക്കൊണ്ടേയിരിക്കും, അവരുടെ ഫീഡിൽ അവരുടെ പോസ്റ്റിലും അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇറ്റ് ബിക്കംസ് വൈറൽ. ഇതൊക്കെയാണ് ഹാഷ്ടാഗ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംടൈംസ് പീപ്പിൾ റെസിസ്റ്റ്, they don't like people in power to give them any orders. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദിൽ ബി സം കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ഇല്ലേ, ഒരു ചെറുത്ത് നിൽക്കാനുള്ള ഇത് കാണും. അപ്പോൾ അതിനുവേണ്ടി ഹാഷ്ടാഗ് ക്യാമ്പയിൻസ് തുടങ്ങും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡൊണാൾഡ് ട്രംപ് മുമ്പൊരു ഹി മെയ്ഡ് ഇൻ എ സ്പീച്ച് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് വിമൻ ഹാവ് ടു ഡ്രസ് ലൈക്ക് എ വുമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ വേഷം ധരിക്കണം, അങ്ങനൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ഹാഷ്ടാഗ് ക്യാമ്പയിനാണ് അതിനുശേഷം ഉണ്ടായത്. ഇതിനെ കളിയാക്കിക്കൊണ്ട് ഹാഷ്ടാഗ് ഡ്രസ് ലൈക്ക് എ വുമൻ എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് എന്താണ്, ഈ സ്ത്രീകൾ ആസ്ട്രോനോട്ട്സിൻ്റെ വേഷത്തിൽ, ഡോക്ടേഴ്സ് സർജൻസിൻ്റെ വേഷത്തിൽ, ആ ഓവറോൾസും മറ്റൊക്കെ ഇട്ട് നിൽക്കുന്ന വേഷം. ഇതൊക്കെ സ്ത്രീകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വേഷമാണോ? അല്ലല്ലോ. അപ്പം ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനാണ് അഗൻസ്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ സംബഡി ലൈക്ക് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇതൊക്കെ ഹാഷ്ടാഗ് ചെയ്യുന്നത്. സോ വാട്ട് എക്സാക്ട്ലി ഹാഷ്ടാഗ് ഡു അല്ലെങ്കിൽ ഹാഷ്ടാഗ് ഡസ്, ഈ ക്യാമ്പയിൻ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത്? സംടൈംസ് ഇറ്റ് ക്യാൻ ടെൽ പീപ്പിൾ വെരി സട്ട്ലി വാട്ട് ദേ ഔട്ട് ടു ഫീൽ ഓ ഹൗ ദേ ഔട്ട് ടു തിങ്ക്, എങ്ങനെ ചിന്തിക്കണം, എന്ത് ഫീൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താണ് ദ റെസ്പോൺസിബിൾ വേ ടു തിങ്ക് ഓ ആക്ട്. ഫോർ എക്സാമ്പിൾ ഒരിക്കൽ ഉണ്ടായ ക്യാമ്പയിനാണ് ഹാഷ്ടാഗ് ഏർബൻ ലൈവ്സ് മാറ്റർ അല്ലെങ്കിൽ ഹാഷ്ടാഗ് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ. അപ്പം ബ്ലാക്ക് പീപ്പിളിനോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനാണ് ഇത്. അതുപോലെ ഇറ്റ് ക്യാൻ ഇൻസിസ്റ്റ് ഓൺ എന്താണ് ബേസിക് കണ്ടീഷൻസ് ഇൻ നെഗറ്റീവ് ടേംസ്. നോട്ട് ഇൻ മൈ നെയിം, ഹാഷ്ടാഗ് നോട്ട് ഇൻ മൈ നെയിം, എൻ്റെ പേരിൽ അത് വേണ്ട. ചിലപ്പം ഈ ചില അധികാരികൾ ഹിന്ദുസിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിംസിന് വേണ്ടി അങ്ങനെയൊക്കെ ചില പിന്നെ എന്തെങ്കിലും ഉത്തരവുകൾ ഇറക്കും, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിലാക്കുന്ന ചില ഇതിറക്കും. അതിനെതിരെയാണ് ഹാഷ്ടാഗ് നോട്ട് ഇൻ മൈ നെയിം. ഇവിടെ മുമ്പ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ കേരളത്തിലുണ്ടായത് ഹാഷ്ടാഗ് റെഡി ടു വെയിറ്റ്. അതായത് എനിക്ക് തോന്നുന്ന ശബരിമല ഇഷ്യൂ വന്നപ്പോഴേക്കും കുറേ സ്ത്രീകൾ അവരിങ്ങനെ ഹാഷ്ടാഗ് റെഡി ടു വെയിറ്റ്, അതായത് ഈ പിന്നെ 60 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞിട്ട് മതി, ഞങ്ങൾക്കിപ്പോൾ ഒരു ധൃതിയില്ല ശബരിമല പോകാമെന്ന് പറഞ്ഞൊരു ക്യാമ്പയിനാണ്. ഈ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഈ തോട്ടിനെതിരെ നടക്കുന്നത്. അപ്പം ക്യാമ്പയിൻ ഏത് രീതിയിലാവാം. ഈ പ്രോഗ്രസീവായിട്ടുള്ള അവർ മാത്രമല്ല ഈ ക്യാമ്പയിൻസ് നടക്കുന്നത്, നേരെ എതിരെ അതിന് ചെറുത്ത് നിൽക്കുന്നവരും ഇതുപോലെ ക്യാമ്പയിൻസ് നടത്താം, ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്താം. ഓക്കെ. And another important thing is that hashtag can assure people that we understand you, we are with you. It can express solidarity. അല്ലേ?
ആൾക്കാർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്താണ് ഹാഷ്ടാഗ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഫോർ സംബഡി, അല്ലെങ്കിൽ ഐ സ്റ്റാൻഡ് വിത്ത്, ഇതിൻ്റെയൊക്കെ മുമ്പേ ഹാഷ്ടാഗും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ പേരിലെത്തുകയും അവസാനം അതൊരു വലിയൊരു മൂവ്മെൻറ്റായിട്ട് മാറുകയും ഗ്രോ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയും കൂടെയാണ് ഹാഷ്ടാഗ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ നമ്മളൊരു സോഷ്യൽ കൊഹിഷൻ, ഈ സമൂഹം ഇങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻസായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാതറിംഗ് ആയിട്ട് വേണമെങ്കിൽ വി ക്യാൻ ടേക്ക് ഹാഷ്ടാഗ്. പക്ഷേ ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ അലിഗേഷൻ ദാറ്റ് ഇറ്റ് ക്യാൻ ഒരു കൈൻഡ് ഓഫ് ക്ലിക്റ്റിവിസം അല്ലെങ്കിൽ സ്ലാക്റ്റിവിസമായിട്ട് ഇത് റെഡ്യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ക്ലിക്റ്റിവിസമോ സ്ലാക്റ്റിവിസം? ക്ലിക്റ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആക്ടിവിസം, അതാണ് ക്ലിക്റ്റിവിസം. അതായത് നമുക്കറിയാം ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഗെറ്റ് എൻഗേജ്ഡ് വിത്ത് സംതിങ്, എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റുമായിട്ട് നമ്മൾ വെയിലത്തിറങ്ങി അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക, അവർക്ക് വേണ്ടി ഇത് കണക്ക് തല്ലുകൊള്ളുക, ഇതൊക്കെ ചെയ്യുന്നതാണ് ആക്ടിവിസം, ഇല്ലേ? അവിടെ നമ്മൾ ഈസി ചെയർ പിന്നെ ഫിലോസഫി ഒന്നുമല്ല, യു ഗെറ്റ് യുവർ സെൽഫ് ഓൺ ദി ഗ്രൗണ്ട്, ഓൺ ദി സ്ട്രീറ്റ്, എന്നിട്ട് മൂവ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻസിന് യു നീഡ് നോട്ട് ഹാവ് ടു ഗെറ്റ് ഓൺ ടു ദി സ്ട്രീറ്റ്, അവിടെ ഇറങ്ങേണ്ട കാര്യമില്ല, വീട്ടിൽ നിന്ന് ഒരു ക്ലിക്ക്, അപ്പോഴേക്കും നിങ്ങൾ ആ ക്യാമ്പയിൻ്റെ ഭാഗമായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും കൊള്ളില്ല, വിയർപ്പും ഒന്നും വരില്ല, വെറുതെ വീട്ടിൽ ഇരുന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ക്ലിക്ക് വഴിയുള്ള ആക്ടിവിസം ഇന്ന് വളരെ മടിയന്മാരുടെ ഒരു രീതിയിൽ സ്ലാക്റ്റിവിസവും അത് തന്നെയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയായിട്ട് ജനത മാറുമോ, ആൾക്കാർ മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആരോപണം. പ്രത്യേകിച്ച് പണച്ചെലവില്ലാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന മെനക്കെടാൻ വയ്യാത്ത ആൾക്കാർക്ക് ചുമ്മാ ഒരു ക്ലിക്ക് കൊണ്ട് മാത്രം ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തീരുന്ന രീതിയിൽ ഇത് മാറുന്നുള്ള ചില ക്രിറ്റിസിസമുണ്ട്. പക്ഷേ എന്നാൽ പോലും വാട്ട് ഈസ് ദ ഗുഡ് സൈഡ് ഓഫ് ഇറ്റ്? യു ക്രിയേറ്റ് ആൻ അവെയർനെസ് എമംഗ് ദ പബ്ലിക്, അല്ലേ? അവരുടെ ഉള്ളിൽ ഇങ്ങനെ ചില ബ്ലാക്ക് ലൈവ്സ് മാറ്റർ, കറുത്ത വർഗ്ഗക്കാരുടെ ജീവനും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അൺബോൺ ലൈവ്സ് മാറ്റർ, അതൊരു എനിക്കൊന്ന് അബോഷൻ അങ്ങനെയുള്ളൊരു ക്യാമ്പയിനായിരുന്നു. ഓരോ ജീവനും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ആ ഒരു അവെയർനെസ് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയുള്ള മൈ ബോഡി മൈ റൈറ്റ്, അത് ഹാഷ്ടാഗാണ്, ഹാഷ്ടാഗ് മൈ ബോഡി മൈ റൈറ്റ്. അപ്പം അങ്ങനൊരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ഇത് ഉപയോഗിക്കും. അപ്പം വെറും ക്ലിക്റ്റിവിസമാണ്, സ്ലാക്റ്റിവിസമാണ് എന്ന് പറഞ്ഞിട്ട് വി കനോട്ട് ഡിസ്മിസ് ഹാഷ്ടാഗ്സ്, അല്ലേ? ദി ഫങ്ഷൻ ആസ് എന്താണ്, ഒരു സോഷ്യൽ കൊഹഷൻ, സമൂഹത്തിലിങ്ങനെ ഒന്നിച്ച് നിർത്തുകയും ചില ഇൻജസ്റ്റിസിനെതിരെ പോരാടാനും വേണ്ടി എന്താണ് ഹാഷ്ടാഗ്സ് ആർ റിയലി ഗുഡ്. ഇനി ഈ ഹാഷ്ടാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം പീപ്പിൾ കൺസിഡർ ദം ആസ് സ്പീച്ച് ആക്ട്സ്. എന്താണ് ഈ സ്പീച്ച് ആക്ട്സ്? ഒരു വാക്കിന് ഡസ് എ വേർഡ് ഹാവ് പവർ? ഒരു വാക്കിന് എന്ത് പവറാണുള്ളത്? വി അട്ടർ എ വേർഡ്, നമ്മളൊരു വാക്ക് പറയുമ്പം അവിടെ തീരും. പക്ഷേ അങ്ങനെയല്ല, വാക്കിനല്ലാതെ തന്നെ ഒരു ആക്ടിൻ്റെ അതേ ഗ്രാവിറ്റി, അതായത് ഒരു ആക്ഷൻ്റെ അതേ ഗ്രാവിറ്റി തന്നെ ചില വാക്കുകൾക്ക് ചില ഘട്ടങ്ങളിലുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഉദാഹരണം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്ക്, ഒരു പള്ളിയിൽ വെച്ച് എന്താണ് ആ മാൻ ആൻഡ് വുമൻ, അവർ ഐ ഡിക്ലെയർ എന്താണ് ഈ മാൻ ആൻഡ് വുമൻ മാരീഡ് എന്ന് പറയുന്ന ആ വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ആൻ ആക്ഷൻ. ആ ഒരൊറ്റ വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആക്ഷൻ തന്നെ ഉണ്ടാക്കുകയാണ്, അല്ലേ? ദേ ആർ മാരീഡ്, ദേ ആർ നൗ മാരീഡ്. ആ ഒരൊറ്റ വാക്ക്, ഐ ഡു യു ലവ് ഹിം, ഡു യു വോണ്ട് ടു മാരി ഹിം എന്ന് ചോദിക്കുമ്പം ഐ ഡു എന്ന് പറയുന്നിടത്ത് ആ വാക്ക് ആക്ഷനായിട്ട് മാറുകയാണ്. ആ നിമിഷം മാരേജ്, സംതിങ് ഇമ്പോർട്ടൻറ്റ് ഹാപ്പൻ ഇൻ ദി ലൈഫ് ഓഫ് ദാറ്റ് വുമൻ അല്ലെങ്കിൽ ദാറ്റ് മാൻ. അതുപോലെ ഒന്ന് ആലോചിക്ക്, ഈ കോടതിയിൽ ജഡ്ജ് പറയുന്നത് ഇന്നസെൻ്റ് ആണെന്ന് പ്രൊനൗൺസ് ചെയ്യുന്നതും അതുപോലെ ഹാങ് ചെയ്യാൻ പറയുന്നതും ആ വാക്ക് ഒരാളുടെ ലൈഫ് തന്നെ മാറ്റുകയാണ്. സോ അപ്പം വാക്കിന് ഒരു പവറുണ്ട്. ചില ഘട്ടങ്ങളിൽ വാക്കിന് ശരിക്കും പറഞ്ഞ ആക്ഷൻ പോലെ തന്നെ ഒരു പവറുണ്ടെന്ന് പറയുകയാണ്. അപ്പം അതുതന്നെയാണ് എന്താണ് ഹാഷ്ടാഗ് ക്യാമ്പയിൻസിന് ചെയ്യുന്നത്. ദേ ഡു ഹാവ് പവർ. അത് വെറും വാക്കല്ല, ഈ വായുവിൽ ഇത് കേട്ട് കഴിഞ്ഞ് ഇല്ലാതാവുന്ന വാക്കല്ല. ദേ റിയലി ബ്രിങ് ആക്ഷൻ ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ ആക്ഷൻ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശക്തിയുള്ളതാണ് വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പീച്ച് ആക്ട്സ് ആണ്. ഈ ക്രിട്ടിക്സ് രണ്ട് തരം ഇത് പറയുന്നുണ്ട്. ഒന്ന് ഇലോക്യൂഷണറി ആൻഡ് പെർലോക്യൂഷണറി. ഇലോക്യൂഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് brings what it states into being. I pronounce this, എന്താണ് ഇവർ മാൻ ആൻഡ് വുമൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത്, അത്
ആവുകയാണ്. പക്ഷേ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർലോക്യൂഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് ദാറ്റ് സെറ്റ്സ് എ സീരീസ് ഓഫ് ഈവൻസ് ഇൻ മോഷൻ ആസ് എ വേ ടു എഫക്റ്റ് ചേഞ്ച്. അതാണ് നമ്മളെ ഹാഷ്ടാഗ് ആ നിമിഷം ഇപ്പം ജഡ്ജ് പറയുകയാണ് ഇന്നസെൻ്റാണ് അല്ലെങ്കിൽ ഹാങ് ചെയ്യാൻ പറയുന്ന നിമിഷം അത് സംഭവിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർലോക്യൂഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾ നമ്മൾ കിക്ക് ചെയ്ത് കഴിഞ്ഞു, വി സെറ്റ് ദ ബോൾ റണ്ണിങ്, അല്ലെങ്കിൽ അതിങ്ങനെ കിക്ക് ചെയ്ത് കഴിഞ്ഞു, ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ സീരീസ് ഓഫ് ഈവൻറ്റ്സ്. അതാണ് ഹാഷ്ടാഗ് ക്യാമ്പയിൻസ് ചെയ്യുന്നത്, ഇല്ലേ? ഇതൊരു തുടക്കം, പിന്നീട് അത് സീരീസ് ഓഫ് ആക്ഷൻസിന് വേണ്ടി ആക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള ബോൾ കിക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ചെയ്യുന്നത്. അതാണ് ഈ ഇലോക്യൂഷണറി ആൻഡ് പെർലോക്യൂഷണറി. ഫസ്റ്റ് വൺ സ്പീച്ച് ബ്രിങ്സ് what it states into being, and perlocutionary means speech that sets a series of events in motion as a way to effect change. സൊസൈറ്റൽ ചേഞ്ചാണ്, അതുണ്ടാക്കാൻ വേണ്ടിയുള്ള തുടക്കമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ. അപ്പം നമ്മൾ കണ്ടത് വേർഡ്സിൻ്റെ പെർഫോമേറ്റീവ് പവറാണ്, അതൊരു പെർഫോമൻസ് ആയിട്ട് മാറുകയാണ്, അല്ലേ? ഇറ്റ് മേക്സ് തിങ്സ് ഹാപ്പൻ ഇൻ ദ സൊസൈറ്റി. അതാണ് ഒരു മാജിക് സ്പെല്ല് പോലെയാണ്, ഒരു വാക്ക് പറയുമ്പോഴേ അവിടെ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ സീരീസ് ഓഫ് ആക്ഷൻസിന് വേണ്ടി തുടക്കമിടുന്നതാണ് ശരിക്ക് ഒരു എന്താ ഈ ഹാഷ്ടാഗിൻ്റെ പവർ അല്ലെങ്കിൽ വേർഡിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയും എക്സാമ്പിൾസ് കൊണ്ടുവരുന്നുണ്ട്. അത് കൊണ്ടുവരുന്നത് നൺ അതർ ദാൻ ജൂഡിത്ത് ബട്ട്ലർ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ഫിലോസഫറാണ് ജൂഡിത്ത് ബട്ട്ലർ. അവർ പറയുന്നത് വെച്ചാൽ ഒരു സ്പീച്ച് ആക്ടിൻ്റെ എക്സാമ്പിളാണ്. ഒരു ഡോക്ടർ വന്ന് പറയുകയാണ്, ഇറ്റ്സ് എ ബോയ്, ഇറ്റ്സ് എ ഗേൾ. ആ പറയുമ്പോൾ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് പറയില്ലേ, ആ പറയുന്ന നിമിഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജൂഡിത്ത് ബട്ട്ലറാണ് പറഞ്ഞത്, ഇത് ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കലല്ല, അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അത് തുടക്കമിടുന്നത് പോലും ഒരു ഡോക്ടർ വന്ന് ഇറ്റ്സ് എ ബോയ് എന്ന് പറയുമ്പോഴേ സമൂഹം ഇങ്ങനെ അതിനെ ബോയ് ആക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള വർക്ക് തുടങ്ങുകയാണ്. അപ്പോൾ അത് ഇറ്റ് സെറ്റ്സ് ദ ബോൾ റോളിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ജെൻഡർ സോഷ്യൽ സ്ക്രിപ്റ്റ് ഇവനെ ഇങ്ങനെ ആണാക്കാൻ വേണ്ടിയുള്ള പെണ്ണാക്കാൻ വേണ്ടിയുള്ളൊരു സീരീസ് ഓഫ് ചേഞ്ചസ് അതിനൊക്കെ തുടക്കമിടുന്നതാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു പ്രൊനൗൺസ്മെൻറ്റ്. അതുപോലെ വേറൊരു കാര്യം പറയുന്നത്, എവറി ടൈം സംബഡി കോൾസ് മീ യു കോൾ മീ സർ. സർ എന്ന് വിളിക്കുമ്പം ആ സർ വിളിയിൽ എന്നെ നിങ്ങൾ മാഡം എന്നല്ലല്ലോ വിളിക്കുന്നത്, സർ എന്നാണല്ലോ വിളിക്കുന്നത്. അവിടെ ഓരോ നിമിഷവും ഞാൻ എൻ്റെ ഒരു ഡിസിഷൻ, ഞാൻ അതിന് വിളി കേട്ടാലും വിളി കേട്ടില്ലെങ്കിലും ഐ ടേക്ക് എ ഡിസിഷൻ ഓൺ മൈ ജെൻഡർ. എൻ്റെ ജെൻഡറിൽ അവിടെ ഒരു ഡിസിഷൻ ഞാൻ എടുക്കുകയാണ്. ഓരോ നിമിഷവും നിങ്ങൾ എന്നെ ഒരു ആണായിട്ട് കൺസിഡർ ചെയ്യുമ്പം അല്ലെങ്കിൽ സാറായിട്ട് വിളിക്കുമ്പോഴേക്കും ഞാൻ ഈ ഡിസിഷൻ എടുക്കുകയാണ്. ഈവൻ ഇഫ് അവിടെ പൊളൈറ്റ്നെസ് ആണെങ്കിലും ഞാൻ വളരെ പൊളൈറ്റായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ഞാൻ ആ ജെൻഡർ പ്ലേ ചെയ്യാണ്, ജെൻഡർ ആക്ട് ചെയ്യാണ്. ലൈഫ് ലോങ് ഞാനിങ്ങനെ ജെൻഡർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർ എന്ന് വിളിക്കുന്ന സമയം നമുക്കൊരു വാക്ക് പോലും അതൊരു വെറും വാക്കല്ല, പക്ഷേ ഈ വാക്കിന് ഒരു പെർഫോമേറ്റീവ് പവറുണ്ട്. ഞാൻ ഇത് പറഞ്ഞു വന്നത് ഹാഷ്ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം പവർഫുള്ളാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഹാഷ്ടാഗ് വെറും വാക്കുകളല്ല, പക്ഷേ ഇറ്റ് സെറ്റ്സ് ദ ബോൾ റോളിങ്, അല്ലെങ്കിൽ അതൊരു സീരീസ് ഓഫ് ആക്ഷന് തുടക്കം കുറിക്കാനുള്ള പവറുള്ളതാണ് വാക്കുകൾക്ക്. അതിൻ്റെ ഒരു പവറാണ് ഒരു പക്ഷേ ഹാഷ്ടാഗ് ക്യാമ്പയിൻസിന് യൂസ് ചെയ്യുന്നത്. ദെൻ ജൂഡിത്ത് ബട്ട്ലർ സെയ്സ് ദാറ്റ് ഈവൻ ആൻ അസംബ്ലി, ഒരു കൂട്ടം ആൾക്കാർ കൂടുന്നത് പോലും പെർഫോമേറ്റീവാണ്. അവരൊന്നും പറയണ്ട, ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ പോലും വേണ്ട, ആ ഗ്യാതറിങ് പോലും പെർഫോമേറ്റീവാണെന്നാണ്. നമുക്കറിയാം, ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടാലോ അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാൻഡിൽ ലൈറ്റ് വിജിലില്ലേ, നമ്മൾ എല്ലാവരും കൂടെ കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ആ മരിച്ചുപോയ ആൾക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കുന്നത് പോലും ആ ഗ്യാതറിങ് അസംബ്ലിയിൽ ദർ ഇസ് സം കൈൻഡ് ഓഫ് പവർ. അതൊക്കെയാണ് ഹാഷ്ടാഗ് ക്യാമ്പയിൻസിലുള്ളത്. സോ മെനി പീപ്പിൾ ഷെയർ ദ സെയിം ടെക്സ്റ്റ് and the text now assumes some kind of power, wields some kind of power. ഭയങ്കര ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു വെപ്പണായിട്ട്, ഒരു ടൂളായിട്ട് അത് മാറുകയാണ്. ഒരു കവലയിൽ ആൾക്കാർ കൂടുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഒരു ഹാഷ്ടാഗ് വഴി ഒരുപാട് പേര് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ഗ്യാതറിങ്. ഇറ്റ്സ് നൗ എ വെരി പൊട്ടൻറ്റ് ഫോഴ്സ്, അല്ലേ? വളരെ ശക്തിയുള്ളൊരു ഫോഴ്സായിട്ട് ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ മാറുന്നു. പല ഹാഷ്ടാഗ്സിലും ഐ സ്റ്റാൻഡ് വിത്ത് എന്നുള്ള ഐ സ്റ്റാൻഡ് വിത്ത് സംബഡി എന്ന് പറയുമ്പം ദാറ്റ് ഐ ഈസ് റിയലി വി, അല്ലേ? അതൊരു
ബിഗറായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണ്, നമ്മളതിൻ്റെ ഭാഗമാവുകയാണ്. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നാണെങ്കിലും അല്ലെങ്കിൽ ഐ സ്റ്റാൻഡ് വിത്ത് സംബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഗ്യാതറിങ്ങാണ്. പെട്ടെന്ന് നമ്മുടെയൊക്കെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള നമുക്കൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മറ്റതെല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് വി ബിക്കം പാർട്ട് ഓഫ് ദ സൊസൈറ്റി, വി ബിക്കം പാർട്ട് ഓഫ് ദ ആ പബ്ലിക്, ഒരു പ്ലൂറാലിറ്റി ആയിട്ട് നമ്മൾ മാറുന്ന ആ ഒരു മൊമെൻറ്റിനെ പറ്റിയാണ് പോയിട്ട് പറയുന്നത്. സോ ഹാഷ്ടാഗ്സ് ആ അസംബ്ലിയാണ്, അതൊരു ഒരു ഒരു മൂവ്മെൻറ്റിന് വേണ്ടി ഇങ്ങനെ ഒരുമിക്കുന്ന ഒരു കൂട്ടം ജനതയാണ്. ഈവൻ ദോ ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ വെർച്വൽ വേൾഡ്. നമ്മൾ ഒരുമിച്ച് വെളിയിലല്ല, നമ്മൾ സിറ്റിയിൽ സ്റ്റാച്യൂവിലും പാളയത്തും അല്ല കൂടുന്നത്, പക്ഷേ ഇൻ എ വെർച്വൽ വേൾഡ് അതിന് അതിൻ്റേതായിട്ടുള്ള രജിസ്റ്ററുണ്ട്, ഭാഷയുണ്ട്. അതാണ് വാട്ട് ഹാഷ്ടാഗ് ക്യാമ്പയിൻസ്, ഹാഷ്ടാഗ് അസംബ്ലീസ്. ഉദാഹരണം പറഞ്ഞാൽ ഈ ഹാഷ്ടാഗ് ബ്രിങ് ബാക്ക് അവർ ഗേൾസ് എന്ന് പറഞ്ഞ നൈജീരിയൻസിന് ആ നാട്ടിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അവിടെയുള്ള ഫണ്ടമെൻ്റലിസ്റ്റ്. അപ്പം പെട്ടെന്ന് ഓൺലൈനിൽ അതിലൊരു പ്രതിഷേധമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിങ് ബാക്ക് അവർ ഗേൾസ്, അത് നമ്മുടെ പെൺകുട്ടികളാണ്. അത് ലോകം മുഴുവൻ ആ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഏറ്റെടുക്കുകയായിരുന്നു. കാര്യം ബ്രിങ് ബാക്ക് അവർ ഗേൾസ് എന്നാലോചിക്കുക, ഏതോ ഒരു നാട്ടിൽ കുറച്ച് പെൺകുട്ടികളെ കൊണ്ടുപോകുമ്പോഴേക്കും ഒരു ഓൺലൈൻ വേൾഡ് പെട്ടെന്നൊരു സമൂഹം ഉടലെടുക്കുകയും ആ കുട്ടികൾ നമ്മുടെ എല്ലാം കുട്ടികളായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു വലിയ ക്യാമ്പയിനാണത്. പിന്നെ അതുപോലെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ജാനറ്റ് മോക്ക് ഒരു ഗേൾസ് ലൈക്ക് അസ് എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ തുടങ്ങി. ഹാഷ്ടാഗ് ഗേൾസ് ലൈക്ക് അസ്, അതായത് അവരൊരു ട്രാൻസ്ജെൻഡർ വുമനാണ്. അപ്പം ഈ ലിംഗം മാറിയ സ്ത്രീയായിട്ട് മാറിയ അവരെയെല്ലാം ഗേൾസ് ലൈക്ക് അസ്, അതൊരു പോസിറ്റീവായിട്ട് അവരുടെ ജെൻഡർ അസേർട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതൊക്കെ പറയുന്നത് ഹാഷ്ടാഗ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. ഈ പല ഹാഷ്ടാഗും ഒരു ഷെയർഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പം ഉദാഹരണത്തിന് പാരീസിലൊരു വലിയ അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ മുംബൈയിൽ അറ്റാക്ക് വന്നു. അപ്പോഴൊക്കെ ലോക ജനത ഹാഷ്ടാഗ് വി സ്റ്റാൻഡ് വിത്ത് പാരീസ്, വി സ്റ്റാൻഡ് വിത്ത് മുംബൈ എന്നൊക്കെ പറയുമ്പം എല്ലാവരും ആ നഗരത്തിന് വേണ്ടി, നഗരം എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും യുണൈറ്റ് ചെയ്യുന്ന, ഇതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ നമ്മുടെ സമൂഹത്തിൽ. അതുപോലെ ഹാഷ്ടാഗ് സ്റ്റാൻഡ് വിത്ത് സർവൈവേഴ്സ് എന്ന് പറഞ്ഞാൽ റേപ്പ് വിക്ടിംസ്, നമുക്കറിയാം അവർക്ക് വേണ്ടി സമൂഹം നിൽക്കുന്ന, അവർക്ക് സാധാരണ നമുക്കറിയാം എങ്ങനെ ഈ റേപ്പിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഈ ഹരാസ് ചെയ്ത അല്ലെങ്കിൽ റേപ്പിസ്റ്റ് അവർക്കാണ് അധികാരവും മറ്റൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ സർവൈവേഴ്സിന് വേണ്ടിയുള്ളൊരു മൂവ്മെൻറ്റ്, അതാണ് ഹാഷ്ടാഗ് സ്റ്റാൻഡ് വിത്ത് സർവൈവേഴ്സ്. ദ വേൾഡ് ഓവർ സച്ച് കമ്മ്യൂണിറ്റീസ് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് വരുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യും, അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യും ഇങ്ങനൊരു കാര്യം. അതുപോലെ ഈ ഒരു എസ്സയിൽ പറയുന്നുണ്ട്, സ്പാർട്ടാക്കസ് എന്ന് പറഞ്ഞൊരു പഴയൊരു മൂവിയുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. സ്പാർട്ടാക്കസിൽ ടുവേർഡ്സ് ദി എൻഡ് ഈ സ്പാർട്ടാക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ, ഗ്രീക്ക് ഹീറോ, അദ്ദേഹം ആ സ്ലേവ്സിന് അവരുടെ ഇടയ്ക്ക് ഒരു റെബല്യൻ, അതിന് നേതൃത്വം കൊടുക്കുന്നൊരു മൊമെൻ്റുണ്ട്. ആൻഡ് ദീസ് റോമൻ അതോറിറ്റീസ് വേ എബൌട്ട് ടു ക്രൂസിഫൈ സ്പാർട്ടാക്കസ്. ഇപ്പോൾ ജനം ഇങ്ങനെ നിൽക്കുകയാണ്, സ്പാർട്ടാക്കസ് ഏതാണെന്നുള്ള അവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഈ ജനങ്ങളിൽ ഓരോരുത്തരായിട്ട് എണീറ്റെന്ന് പറയുകയാണ്, ഐ ആം സ്പാർട്ടാക്കസ്, ഞാനാണ് സ്പാർട്ടാക്കസ്. ഒരു ജനം മുഴുവൻ എണീറ്റ് നിന്ന് പറയുകയാണ് ഐ ആം സ്പാർട്ടാക്കസ്. അതിനിടയിൽ യഥാർത്ഥ സ്പാർട്ടാക്കസ് ഉണ്ട്. ഇതൊരു ഹാഷ്ടാഗ് ക്യാമ്പയിനാണ്. ഇന്ന് ഐ ആം പാരീസ് എന്നൊക്കെ പറയുന്ന അതേപോലെ തന്നെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ചാർലി ഹെബ്ഡോ എന്ന് പറയുന്ന പാരീസിൽ ഒരു മാഗസീനുണ്ട്. അപ്പോൾ അവർ ഏതോ ഒരു കാലത്ത് ഒരു പെയിൻറ്റിങ് കാർട്ടൂൺ ഇട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ഫണ്ടമെൻ്റലിസ്റ്റ് ആ പത്രം ഓഫീസിലേക്ക് ഇടിച്ചു കയറിയും ഏതാണ്ട് 12ഓളം പേര് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പം ഭയങ്കര ദാരുണമായ, ഭയങ്കര മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നൊരു സംഭവമായിരുന്നു ആ പത്രം ഓഫീസിൽ അരങ്ങേറിയത്. അതിൻ്റെ അടുത്ത നിമിഷം തന്നെ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയാണ് ജസുയി ഷാർലി, ഹാഷ്ടാഗ് ജസുയി ചാർലി, അതായത് ഐ ആം ചാർലി, ഞാനാണ് ചാർലി. അതായത് എല്ലാവരും ചാർലിയോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് ഉണ്ടായത്. സോ ഐ ആം സ്പാർട്ടാക്കസ് എന്ന് പറയുന്നത് ഏതോ ഒരു കാലത്തുണ്ടായ ആ ഒരു റിയൽ ലൈഫിലുണ്ടായ സംഭവം തന്നെയാണ് ഹിയർ. എവ്രിബഡി ഈസ് ഓണിങ്
അല്ലേ? എല്ലാവരും ചാർലിയായിട്ട് മാറുന്ന, അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട പത്രമായിട്ട് മാറുന്ന, അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെട്ട പത്രക്കാരായിട്ട് മാറുന്ന ഒരു മൊമെൻ്റ്, ബ്യൂട്ടിഫുൾ മൊമെൻ്റായിരുന്നു അത്. എന്താണ് ഹാഷ്ടാഗ് ഷെസ്വി ഷാർലി എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻസിനെ പറ്റി പറയുമ്പോൾ മീ ടു മൂവ്മെൻറ്റിനെ നമുക്ക് എങ്ങനെയാണ് മറക്കാൻ പറ്റുന്നത്? മീ ടു മൂവ്മെൻറ്റ്, ഇറ്റ് gave a platform for women who worked in various fields. They used to express, to talk freely about what exactly happened to them, how they were exploited sexually. അല്ലാതെയൊക്കെ അവരെങ്ങനെയാണ് അധികാരം ഉപയോഗിച്ച് ആണുങ്ങൾ അവരെ ചൂഷണം ചെയ്തു എന്നുള്ളത് തുറന്നു പറയുന്ന ഒരു വലിയ വേദിയും പ്ലാറ്റ്ഫോമും മൂവ്മെൻറ്റുമായിരുന്നു ഈ മീ ടു മൂവ്മെൻറ്റ്. US പബ്ലിക്കേഷൻസ് ബിഗാൻ പബ്ലിഷിങ് അക്കൗണ്ട്സ് ഓഫ്, നമ്മൾ അന്നത്തെ ഒരു ഹോളിവുഡ് ഒരു വലിയൊരു ടൈക്കൂൺ ഉണ്ടായിരുന്നു, ഹാർവി വൈൻസ്റ്റീൻ. അപ്പോൾ ഇവരെയൊക്കെ അദ്ദേഹത്തിന് ഒരു സീരീസ് ഓഫ് അലിഗേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് സ്ത്രീകൾ, ഈ ആക്ട്രസസിനെയൊക്കെ അദ്ദേഹം ചൂഷണം ചെയ്തതായിട്ട്. ഇത് സൈലൻസ്ഡ്, അല്ലെങ്കിൽ ഒരു കൾച്ചർ ഓഫ് കോംപ്ലിസിറ്റി, പറയാൻ പാടില്ല, പറഞ്ഞ് കരാറിന് വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, തുറന്നെഴുതാൻ പറ്റാത്ത, ഇതെല്ലാം പുറത്ത് വരുന്നൊരു കാലമായിരുന്നു അത്. അപ്പോൾ അന്നത്തെ ആക്ട്രസ് അലീസ മിലാനോ അവർ ഒരു പോസ്റ്റ് ചെയ്തു, ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു, ഇഫ് യു ആർ റീഡിങ് ദിസ് ആൻഡ് ഇഫ് യു ഹാവ് ബീൻ സെക്ഷലി ഹാരാസ്ഡ് ഓർ അസോൾട്ടഡ്, ഞാൻ എഴുതുന്ന പോസ്റ്റിൻ്റെ താഴെ മീ ടു എന്നെഴുതാൻ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഒരു രാത്രി കൊണ്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു തൗസൻഡ്സ് ഓഫ് മീ ടു ആണ് അതിന് താഴെ പോസ്റ്റ് കമൻറ്റുകളായിട്ട് മറ്റും വലിയൊരു മൂവ്മെൻറ്റ് തന്നെ സ്റ്റാർട്ടഡ് ഫോളോയിങ് ദാറ്റ്, ഈ അലീസ മിലാനോട്. അപ്പോൾ അത് ഇറ്റ് എക്സ്പോസസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി പ്രോബ്ലം. ഇത്ര ഭീകരമാണ് അവസ്ഥ എന്നുള്ളത് വെളിയിൽ കൊണ്ടുവന്നത് ആ മീ ടു മൂവ്മെൻറ്റാണ്. അപ്പോൾ ഓവർനൈറ്റ് ഈ മീ ടു ഹാഷ്ടാഗ് മീ ടു എന്ന് പറഞ്ഞാൽ ഫ്ലഡഡ് ദ ഇൻ്റർനെറ്റ് ഇൻറ്റു ദാറ്റ് ആക്ച്വലി ഓവർഫ്ലോഡ് ഇൻ ടു ഓൾമോസ്റ്റ് ഓൾ ഫീൽഡ്സ്. അത് ഈ സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, അത് പല മേഖലയിലും സ്ത്രീകൾ ധൈര്യമായിട്ട് തുറന്ന് പറയാനുള്ള കറേജ് അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. ഈവൻ ചൈന കണക്കുള്ളൊരു ഒപ്രസീവ്, ഒരുപാട് സെൻസർഷിപ്പുള്ള രാജ്യത്ത് പോലും ഈ മീ ടു മൂവ്മെൻറ്റ് ഇൻ ഓർഡർ ടു ബൈപ്പാസ് ദ സെൻസേഴ്സ്, ഈ സെൻസർമാരെ അവർ ഈ ഭീകരമായിട്ട് അടിച്ചമർത്തുകളെയും അവരെ കണ്ണ് വെട്ടിച്ച് ഈ റൈസ് ആൻഡ് ബണ്ണി മൂവ്മെൻറ്റ്. റൈസ് ആൻഡ് ബണ്ണി ഇതൊരു റൈസിൻ്റെയും ബണ്ണിയുടെയും പടം, ഈ മുയലിൻ്റെയും പടം. ഇത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ആ ഭാഷയിൽ ചൈനീസിൽ ഇത് റൈസിന് ഉള്ള വാക്ക് മീൻ എന്നുള്ള വാക്കുമായിട്ട് ചേർന്നും അതുപോലെയാണ് കേൾക്കുന്നതും. അതുപോലെ ബണ്ണി, ഈ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടു എന്ന് പറയുന്നൊരിതിനും ആ ഒരു ഹോമോഫോൺസാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ബൈപ്പാസ് ചെയ്യുകയാണ്. നോട്ട് എക്സാക്ട്ലി മീ ടു എന്ന് അവർക്ക് എഴുതാൻ പറ്റില്ല, പക്ഷേ റൈസ് ബണ്ണി ആ ഒരു ഇമോജി വെച്ചിട്ട് ദേ ഓൾസോ എക്സ്പ്രസ്ഡ്. അപ്പോൾ അവരും ഇതിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അവരെ എങ്ങനെയാണ് അവിടുത്തെ അധികാരികൾ ചൂഷണം ചെയ്യുന്നുള്ളത്? ചൈനീസ് വിമൻ ഓൾസോ കെയിം ഔട്ട്. ഒരു ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഈ എസ്പെഷ്യലി ഇൻ ജാനുവരി 2018. അവിടെ ആ സമയത്താണ് 2018 വരാൻ നേരത്ത് ഒരു കസ്റ്റം ഇമോജി തന്നെ ഇതിനു വേണ്ടി ഇറക്കി. അതായത് 3 hands ഓഫ് ഡിഫറെൻറ്റ് റേസസ് അവരുടെ ഇങ്ങനെ കൈ ചേർത്ത് വയ്ക്കുന്ന ഒരു ഇമോജി തന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു മൂവ്മെൻറ്റ്, ഒരു ഹാഷ്ടാഗ് മൂവ്മെൻറ്റ് എന്തുമാത്രം വലിയൊരു ഒരു പ്രസ്ഥാനമായിട്ട് മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അതാണ് ഈ മീ ടു മൂവ്മെൻറ്റ്. അപ്പം ഹാഷ്ടാഗ് മൂവ്മെൻറ്റ്, ഹാഷ്ടാഗ് ആക്ടിവിസ്റ്റിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ടോപ്പിൽ വരുന്നൊരു മൂവ്മെൻറ്റാണ് മീ ടു മൂവ്മെൻറ്റ്. അപ്പോൾ ബ്ലാക്ക് ഫെമിനിസ്റ്റ് ദേ വേ എ ബിറ്റ് വെറീഡ് ഡ്യൂറിങ് ദ ടൈം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈം ലൈറ്റ് മുഴുവൻ ഈ വൈറ്റ് ഫീമെയിൽസ് ഇതിലൂടെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ഫെമിനിസ്റ്റ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ഇൻ 2006, ഈ 2017 അലീസ കൊണ്ടുവന്ന അലിഗേഷനും വളരെ മുമ്പ് തന്നെ 2006 ടെരാന ബർക്ക് എന്ന് പറയുന്നൊരു ബ്ലാക്ക് വുമൻ അവർ ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഹാഷ്ടാഗ് ഇല്ലാതെയായിരുന്നു അവർ ഇത് തുറന്നെഴുതിയെന്ന് പറഞ്ഞാൽ അതൊരു ഇറ്റ് ഇസ് വയലൻസ് എഗൻസ്റ്റ് വിമൻ. അല്ലെങ്കിൽ ആ ഓർഡർ ഈ നെറ്റ്വർക്കിൻ്റെ അവരുപയോഗിച്ച നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ മൈ സ്പേസ് എന്ന് പറഞ്ഞൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലാണ് അവരിങ്ങനെ തുറന്നെഴുതിയത്. ഷീ ഓൾസോ ബിൽറ്റ് എ കമ്മ്യൂണിറ്റി, ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഈ ഒരു മൂവ്മെൻറ്റിൽ കൊണ്ടുവന്നു.
പക്ഷേ അവർ ഹാഷ്ടാഗ് യൂസ് ചെയ്തില്ല എന്നുള്ളൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് വാസ് എ മെസ്സേജ് ടു സർവൈവേഴ്സ് അല്ലേ. ഇപ്പം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, എന്നെ ആരെങ്കിലും ഹരാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊരു മൂവ്മെൻറ്റ് ഹാഷ്ടാഗ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇറ്റ് ആക്ച്വലി ഗിവ്സ് കറേജ് ടു സോ മെനി പീപ്പിൾ ഹു സഫർ ജസ്റ്റ് ലൈക്ക് മീ. ഐ ഗിവ് ദം കറേജ് ടു കം ഔട്ട്. ഞാൻ ധൈര്യമായിട്ട് ഇതാ മുന്നോട്ട് വന്നിരിക്കുകയാണ്. സോ യു ക്യാൻ ഓൾസോ കം ഔട്ട് ആൻഡ് എന്താണ് സേ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ ടു യു എന്ന് പറയുമ്പം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് ഈ വലിയെടുത്ത് ഒരിക്കലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പിന്നെയും ഹരാസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പുറത്ത് എക്സ്പോസ് ചെയ്യുന്ന ഒരു വലിയ മൂവ്മെൻറ്റാണ് ഹാഷ്ടാഗ് മൂവ്മെൻറ്റ്. അപ്പം ഹാഷ്ടാഗ് അത്ര നിസ്സാരമല്ല എന്നുള്ളതാണ് ഈ എസ്സേയിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതൊരു സോഷ്യൽ കൊഹഷന് വേണ്ടിയാണ്, കണക്ഷന് വേണ്ടിയാണ്. അത് കണക്ക് ഹരാസ് ചെയ്യപ്പെടുന്നവർ, മാർജിനലൈസ്ഡ് ചെയ്യപ്പെടുന്നവർ, ഇവരോടൊക്കെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. യു ആർ നോട്ട് അലോൺ, വി ഓൾസോ സ്റ്റാൻഡ് വിത്ത് യു എന്ന് പറയാൻ ഉള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോം ആണ് എന്താണ് ഈ ഹാഷ്ടാഗ് മൂവ്മെൻറ്റ്സും. ഹാഷ്ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓൾ. താങ്ക് യു.